Hello everyone. In today's class, we are going to discuss what is the difference between positive and negative sentences. എന്താണ് പോസിറ്റീവ് സെൻറ്റൻസ്, എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ്, എങ്ങനെയാണ് നമുക്ക് മീനിങ്ങിലൊന്നും ചേഞ്ച് വരാതെ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ്, വാട്ട് ഇസ് എ പോസിറ്റീവ് സെൻറ്റൻസ്? എന്താണ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? നമ്മളൊരു സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു കാര്യം അഫേം ചെയ്യുകയാണ്, അതങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നു, അതാണ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അഫേമിങ് സംതിങ്. All right, and also it will not have any negative terms in it. അതിനകത്ത് ഒരു നെഗറ്റീവ് ടേംസും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് പോസിറ്റീവ് സെൻറ്റൻസ്. അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് സെൻറ്റൻസ് അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു കാര്യം അല്ല, ഇല്ല എന്നൊക്കെ പറയും, അതിനകത്ത് എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ടേംസ് ഉണ്ടായിരിക്കും. സോ ഇത്രയുള്ളതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് സെൻറ്റൻസ് എന്തെങ്കിലും ഒരു കാര്യം അഫേം ചെയ്യുന്നു, അതിൽ നെഗറ്റീവ് ടേംസ് ഒന്നും തന്നെ കാണില്ല. നെഗറ്റീവ് സെൻറ്റൻസ് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറയുമായിരിക്കും, അതിൽ ഓഫ് കോഴ്സ് ഒരു നെഗറ്റീവ് ടേം ഉണ്ടാവുകയും ചെയ്യും. ഈ നെഗറ്റീവ് ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സി ഐ ഹവ് റിട്ടൺ എ ലോട്ട് ഹിയർ, ലൈക്ക് നൺ, നോ വൺ, നത്തിങ്, no, not, never, neither, nor, not at all, nowhere, nobody, hardly, scarcely. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് ടേംസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് സെൻറ്റൻസിനെ ഈസി ആയിട്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാനും പറ്റും. അതെങ്ങനെയാണ്? നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നോക്കാം. ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്, ഷീ ഈസ് എ ഡോക്ടർ. ഈ സെൻറ്റൻസ് എങ്ങനെയത്തെ സെൻറ്റൻസ് ആണ്? അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം അതിലെ വേർബ് നോക്കിക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും നെഗറ്റീവ് ടേംസ് ഉണ്ടോ? ഇല്ല. ഒരു കാര്യം നമ്മൾ അഫേം ചെയ്യുകയാണ്, അവൾ ഒരു ഡോക്ടറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെന്ത് സെൻറ്റൻസ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് ഈസി ആയിട്ടൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ടേം നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇതിൻ്റെ വേർബിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ടേം ആഡ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. അവളൊരു ഡോക്ടറാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആവുന്നത്? നമ്മൾ മലയാളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവളൊരു ഡോക്ടർ അല്ല എന്ന് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഷീ ഈസ് എ ഡോക്ടർ, എങ്ങനെ നമുക്കതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം? ഷീ ഈസ് നോട്ട് എ ഡോക്ടർ. ഇതിപ്പോൾ എന്തായി? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി. കാരണം അതിനകത്ത് വേർബിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ടേം കയറി വന്നു. അപ്പോൾ ടോട്ടലി ഈ സെൻറ്റൻസ് എന്തായി? ഒരു കാര്യം അല്ല എന്ന് പറയാണ്, അവൾ ഒരു ഡോക്ടർ അല്ല. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആയി എന്ന് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. നമ്മൾ ഏതൊരു സെൻറ്റൻസിനെ കിട്ടിക്കഴിയുമ്പോഴും അതിൻ്റെ വേർബിൻ്റെ കൂടെ യൂഷ്വലി നമ്മളൊരു നെഗറ്റീവ് ടേം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആവും. ഐ വിൽ റൈറ്റ് അനദർ എക്സാമ്പിൾ. I will do homework. ഞാൻ ഹോംവർക്ക് ചെയ്യും. ഒരു കാര്യം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതെന്ത് സെൻറ്റൻസ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റുന്നത്? ഐ വിൽ ഡു എന്നാണ് പറയുന്നത് ഇവിടുത്തെ വേർബിൽ അല്ലേ? വിൽ. വില്ലിൻ്റെ കൂടെ ഒരു നോട്ട് നമ്മൾ ചേർത്താരോ? ഐ വിൽ നോട്ട് ഡു ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്യും എന്നുള്ളതൊരു പോസിറ്റീവ് സെൻറ്റൻസ്. അതിൽ വേർബിൻ്റെ കൂടെ നമ്മളൊരു നെഗറ്റീവ് ടേം ആഡ് ചെയ്തപ്പോഴത്തേനും ഐ വിൽ നോട്ട് ഡു ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യില്ല, എന്തായി മാറി? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറി. ഇപ്പം നമ്മൾ കുറച്ച് പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി ചേഞ്ച് ചെയ്തപ്പോൾ അതിൽ മീനിങ്സിൽ ഡിഫറൻസ് വന്നു അല്ലേ? ആദ്യം ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതല്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് മീനിങ്ങിൽ ചേഞ്ചസ് വരാതെ തന്നെ പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാനും തിരിച്ചുമൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇതെന്ത് സെൻറ്റൻസ് ആണ്? ഇതിലൊരു നെഗറ്റീവ് ടേം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് സെൻറ്റൻസ് ആയിരിക്കും? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റും? പക്ഷേ മീനിങ്ങിൽ ഡിഫറൻസ് വരാനും പാടില്ല. മീനിങ്ങിൽ ചേഞ്ച് ഇല്ലാതെ തന്നെ ഈ നെഗറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസ് ആക്കണം. ഇംഗ്ലീഷ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് അല്ല. അപ്പോൾ ഇംഗ്ലീഷ് എന്തായിരിക്കും? ഇംഗ്ലീഷ് ഈസി ആയിരിക്കും അല്ലേ? അപ്പോൾ മീനിങ് ഓൾമോസ്റ്റ് സെയിം ആയില്ലേ? ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് അല്ലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസിയാണ്.
അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇസ് ഈസി എന്ന് പറഞ്ഞാൽ മീനിങ്ങിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് ഇസ് ഈസി, അതിലെന്തെങ്കിലും നെഗറ്റീവ് ടേം ഉണ്ടോ? ഇല്ല. ഒരു കാര്യം അഫേം ചെയ്യുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റിയില്ലേ? സി, ഇംഗ്ലീഷ് ഇസ് ഈസി. ഇതെന്ത് സെൻറ്റൻസ് ആണ്? ഇംഗ്ലീഷ് ഇസ് ഈസി എന്ന് പറയുമ്പം നെഗറ്റീവ് സെൻറ്റൻസുകളൊന്നും തന്നെ ഇല്ല. ഒരു കാര്യം, ഇംഗ്ലീഷ് ഈസി ആണെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ നെഗറ്റീവ് സെൻറ്റൻസും ഈ പോസിറ്റീവ് സെൻറ്റൻസും തമ്മിൽ മീനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് അല്ല, വിച്ച് മീൻസ് ഇംഗ്ലീഷ് ഈസിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആയില്ലേ? അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. നോബഡി വാസ് ആബ്സെൻറ്റ്. ഇതൊരു നെഗറ്റീവ് ടേം ആണ്. സോ ഇതെന്താണ്? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇനി നമുക്ക് ഈ നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റും. ഈ ഒരു നെഗറ്റീവ് ടേം എടുത്ത് കളഞ്ഞാൽ മതി. എന്നാൽ മീനിങ്ങിൽ ഡിഫറൻസ് വരാതെ നമ്മൾ മീനിങ്ങിൽ ഒരു ചേഞ്ച് ഇല്ലാതെ തന്നെ ചേഞ്ച് ചെയ്യുകയും വേണം, പോസിറ്റീവ് സെൻറ്റൻസ് ആക്കുകയും വേണം. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? നോബഡി വാസ് ആബ്സെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആരും ആബ്സെൻ്റ് ആയിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പ്രസൻറ്റ് ആയിരുന്നു. അപ്പോൾ നോബഡി വാസ് ആബ്സെൻറ്റ് എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നോബഡിയുടെ ഓപ്പോസിറ്റ് എവ്രിബഡി. എവ്രിബഡി വാസ് പ്രസൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എന്താണ്? സെയിം ആണ്. പക്ഷേ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ഇതെന്ത് സെൻറ്റൻസ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. All right? Similarly, look at the third sentence. Mala did not answer. മാല ആൻസർ ചെയ്തില്ല. ഓക്കെ, അതെന്ത് സെൻറ്റൻസ് ആണ്? ഡിഡ് നോട്ട് വന്നപ്പോഴത്തേനും അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് എഗെയിൻ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറ്റും? മാല ആൻസർ ചെയ്തില്ല എന്ന് തന്നെ അർത്ഥം വരികയും വേണം. അപ്പോൾ നമുക്ക് അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? മാല failed to answer. ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് നോക്കിക്കേ. രണ്ടിൻ്റെ മീനിങ് എന്താണ്? മാല ആൻസർ തന്നില്ല. മാല ആൻസർ തരുന്നതിൽ പരാജിതയായി എന്ന് വെച്ചാൽ ആൻസർ തന്നില്ല. രണ്ടിൻ്റെ മീനിങ് സെയിം അല്ലേ? എന്നാൽ ഇത് നെഗറ്റീവ് സെൻറ്റൻസുമാണ്, ഇതെന്ത് സെൻറ്റൻസ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം നെഗറ്റീവ് ടേംസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് നമ്മൾ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാനും പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ മീനിങ്ങിൽ ചേഞ്ച് ഇല്ലാതെയും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ഇനി നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കാണുമ്പോൾ അതിൽ പോസിറ്റീവ് സെൻറ്റൻസ് ഏതാണ്, നെഗറ്റീവ് സെൻറ്റൻസ് ഏതാണെന്നൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും എളുപ്പമായിരിക്കും. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. ഫോർ മോർ വീഡിയോസ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.